തലവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ നടുത്തേരി പുളിമുക്കിൽ കുന്നിൽ മന്ദിരം ഇരവിക്കോട് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നു. മഴക്കാലമായതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നിരവധി തവണ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഞങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു 5-6 അംഗ സംഘം ഞങ്ങൾ രൂപീകരിച്ച് ഞങ്ങൾ പോയി പരാതിപ്പെടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് അന്നേരം തന്നെ അവർ താൽക്കാലികമായി അവർ ആ ഒരു ഒഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവർ നോക്കിയത്. ഷായിച്ചാനോട് ഞങ്ങൾ നിരന്തരം ഇവിടെ നിന്നുള്ള എല്ലാവരും, വിവരച്ചാനായാലും പപ്പയായാലും റോബിനായാലും എല്ലാവരും നിരന്തരം ഫോണുകൾ വിളിക്കാറുണ്ട്. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസം തെന്നി മാറുന്നേ അല്ലാതെ ഞങ്ങൾക്ക് ഇതിനായ നടപടികൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് ഇവിടെ ചുരുക്കം ചില 2-3 വീട്ടുകാർക്കേ കാറുകളുള്ളൂ, ബാക്കി എല്ലാവരും ഇരുചക്ര വാഹനമുള്ള ആൾക്കാരാണ്. ഒരു ഓട്ടോ വിളിച്ചാൽ തന്നെയും ഇങ്ങോട്ട് വരൂല, അതിന്റെ അപ്പുറത്ത് ആൾക്കാരെ നിർത്തിയിട്ട് നിങ്ങൾ ബാക്കി നടന്നു വയ്ക്കുമെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു അടിയന്തരമായി ഒരു തീർപ്പുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഈ ഇങ്ങോട്ടുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ നടുത്തേരി ഇരവിക്കോട് റോഡിന്റെ ഒരു അപകടകരമായ ദുസ്ഥിതി ഈ സമയം ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത്. ഇവിടുത്തെ നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു വഴി. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങളെല്ലാവരും ചേർന്ന് വെട്ടി വൃത്തിയാക്കിയ ഒരു റോഡ്, അതിൻ്റെ ശോചനീയമായ ഒരവസ്ഥയിൽ ഈ വെള്ളം ഇവിടെ കെട്ടി നിന്നിട്ട് മാസങ്ങളായി കെട്ടി നിൽക്കുന്ന ഈ വെള്ളത്തിൽ വന്യജീവികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്ന് അപകടകരമായ ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും കാലം ഈ പഞ്ചായത്തിൻ്റെ ഭരണം 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ സമയത്ത് ഇതേപോലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന, സാധാരണക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴി അടിയന്തരമായി വൃത്തിയാക്കാൻ കഴിവില്ലാത്ത ഒരു പഞ്ചായത്ത് സമിതിയാണെങ്കിൽ, പഞ്ചായത്ത് അംഗങ്ങളാണെങ്കിൽ വളരെ ഗതികേട് എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഈ ആളുകളുടെ ഈ ദുസ്ഥിതിക്ക് പരിഹാരം കാണുവാൻ അധികാരികൾ, പഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് സംഘടനകളും മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇതിൽ അതിശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നത്. റോഡ് പുനരുദ്ധാരണം നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാണ്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഗതാഗത സൗകര്യം ഇല്ലാത്ത തരത്തിൽ വാഹനങ്ങൾ കടന്നുപോയാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലേക്ക് ഈ റോഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത കൊണ്ടാണ് ഈ റോഡിലൂടെ വെള്ളം പോകാൻ പറ്റാത്ത അവസ്ഥ. കുറച്ച് ഭാഗത്ത് റോഡ് ഉയർന്നു നിൽക്കുകയും മറ്റു ഭാഗത്ത് റോഡ് താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം കൃത്യമായി ഒലിച്ചു പോകാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ റോഡ് ഒരു 100 മീറ്റർ ഭാഗം ഇളക്കി അത് നിരപ്പായി പണിഞ്ഞാൽ മാത്രമേ ഈ റോഡിലൂടെ കൃത്യമായി വെള്ളം പോകൂ. അങ്ങനെ പണിയാൻ തയ്യാറല്ലാത്ത പഞ്ചായത്ത് ഭരണസമിതി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളക്കെട്ടുകൾ രൂപീകരിച്ച ആളുകൾക്ക് ഇതിലൂടെ ആരെങ്കിലും കടന്നുപോയി അവർ ഈ വെള്ളത്തിൽ അറിയാതെ ഒന്ന് ചവിട്ടിയാൽ ആ ചവിട്ടുന്ന ഭാഗത്ത് എവിടെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഈ എലി ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ, ഇവിടെ പാമ്പ് ഉൾപ്പെടെയുള്ളവയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ ആ വെള്ളത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാരക രോഗം വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ദുസ്ഥിതിയാണ് ഇത്തരത്തിൽ നിരവധി റോഡുകൾ അത് ശോച്യാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളത്. തലൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ദുസ്ഥിതി, തലൂർ പഞ്ചായത്ത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സൂചിപ്പിക്കുന്നത്. ഈ റോഡ് പൂർണ്ണമായും പരിശോധിച്ചാൽ ഈ റോഡ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈ റോഡ് നിരപ്പായി നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ പണിഞ്ഞാൽ ഈ വെള്ളം റോഡിലൂടെ തന്നെ ഒലിച്ചു പോകുന്ന, എവിടെയായിട്ടാണോ പോകേണ്ടത് ഭൂമി താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൃത്യമായി റോഡിലൂടെ തന്നെ ഒലിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റോഡിൽ കൃത്രിമമായി ഒരു കുഴി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കുഴി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.